അതെ, വഴിയിൽ വെച്ച് യാത്രക്കാരെങ്ങനെ പിന്നെ സഞ്ചരിക്കും? പ്രായമായവരൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നതും സ്ത്രീകളും ഒക്കെ. അവരുടെയൊക്കെ ഒന്ന് ഒരു സ്ഥലത്തെ ഒരു നഗരത്തിന്റെ മേയർ അവരുടെയൊക്കെ അവകാശങ്ങളെയൊക്കെ ഒന്ന് ബഹുമാനിക്കേണ്ട ആളല്ലേ? ശ്രീ രാജേന്ദ്രൻ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഈ ശനിയാഴ്ച, മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് കൂടി ഒരു KSRTC തടഞ്ഞു നിർത്തുന്നു. ഒരുപാട് വാഗ്വാദം നടത്തുന്നു. ഒരു നഗരപിതാവ് കാണിക്കേണ്ടതാണോ? സ്വന്തം ഭർത്താവ് ബസ്സിൽ നിന്ന്, MLA സച്ചിൻ ദേവ് ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിടുന്നു. എന്താണ് ഈ സംഭവം? ഇത് തീർച്ചയായിട്ടും വളരെ അപലപനീയമായിട്ടുള്ള യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ, ഒരു തൊഴിലാളിയുടെ കൃത്യനിർവഹണത്തെ, അതായത് ഒരു സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളിന്റെ കൃത്യനിർവഹണത്തിനൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് പെരുമാറിയത്. അതായത് തലസ്ഥാനമെന്ന് മാത്രമല്ല, അവിടെ സ്ഥിരാകേന്ദ്രത്തിനടുത്ത് ദേശീയപാതയും അതുപോലെ തന്നെ സ്റ്റേറ്റ് സെൻട്രൽ ഹൈവേയും സംസ്ഥാനത്തിന്റെ ദേശീയപാതയും ഒക്കെ സന്ധിക്കുന്ന വളരെ തിരക്കേറിയ ഒരു ഭാഗത്താണ് തന്റെ സ്വകാര്യ കാർ കൊണ്ടിട്ട് ഒരു പൊതുവാഹനം അവിടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആക്രോശിക്കുകയും അങ്ങനെ പെരുമാറുകയും ഒക്കെ മേയറും അവരുടെ ഭർത്താവായിട്ടുള്ള MLAയും ചെയ്തത്. ഇത് തീർച്ചയായിട്ടും ഒരു മഹനീയമായ മാതൃകയല്ല, തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള മാതൃകയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് അമിത വേഗത്തിലാണെന്ന് പറയുന്നത്. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. സൂപ്പർ ഫാസ്റ്റ് ബസ് എന്ന് പറയുന്നത് അതിവേഗത്തിൽ പോകാനുള്ള വണ്ടിയാണ്. പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് കൂടുതൽ ചാർജ് കൊടുത്ത് ജനങ്ങൾ അതിൽ യാത്ര ചെയ്യുന്നത്. ഇനി മേയർക്ക് അതൊരു സൂപ്പർ ഫാസ്റ്റ് അധികരിക്കുന്ന സ്പീഡിലാണ് പോയതെന്നുണ്ടെങ്കിൽ അത് പരാതി ചെയ്യായിരുന്നു ട്രാഫിക് പോലീസിൽ, ട്രാഫിക് കമ്മീഷണർക്ക് വാട്സാപ്പ് നമ്പർ ചെയ്യാം. ഈ ബസ് തടഞ്ഞു കിടന്നത് പാലായം സാഫിലിൻ കോംപ്ലക്സിന് മുമ്പിലാണ്. അവിടെ നിന്ന് 200 മീറ്റർ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ ബസ് ഡിപ്പോയിലെത്തും. അതെ, ഇപ്പൊ RTOയുടെ തന്നെ വാട്സാപ്പ് സംവിധാനങ്ങളുണ്ട്. ട്രാഫിക് ലംഘനം വന്ന് പ്രത്യേകിച്ച് മേയറുടെ സന്ദേശം കിട്ടി അവർ ഉടൻ ആക്ഷൻ എടുക്കും. എനിക്ക് തന്നെ ഡ്രൈവറെയും ബസ്സിനെയും ഡിപ്പോയിൽ സസ്പെൻഡ് എടുക്കാം. അല്ല റോഡിൽ ചെന്നിട്ട് ക്രോസ് ചെയ്തിട്ട് യാത്രക്കാരെ ഇറക്കി വിടേണ്ട ആവശ്യമുണ്ടോ? അതെ, വഴിയിൽ വെച്ച് യാത്രക്കാരെങ്ങനെ പിന്നെ സഞ്ചരിക്കും? പ്രായമായവരൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നതും സ്ത്രീകളും ഒക്കെ. അവരുടെയൊക്കെ ഒന്ന് ഒരു സ്ഥലത്തെ ഒരു നഗരത്തിന്റെ മേയർ അവരുടെയൊക്കെ അവകാശങ്ങളെയൊക്കെ ഒന്ന് ബഹുമാനിക്കേണ്ട ആളല്ലേ? എന്ത് മര്യാദകളാണ് ഈ കാണിച്ചത്? എന്ത് മര്യാദകളുടെ രീതിയിലാണ് ഇവിടെ നിന്ന് ഈ നാടകം, തെരുവു നാടകം കളിക്കുന്നത്? പണ്ട് ഇവർ SFIക്കാർ ആയിരുന്നപ്പോൾ ഈ ബസ്സുകളൊക്കെ തടഞ്ഞുള്ള ഒരു പരിചയം വെച്ചുകൊണ്ടും അങ്ങനെ ആളാവാമെന്ന് വിചാരിച്ചാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ജനങ്ങളോട്, അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളോട് കാണിക്കുന്ന വലിയൊരു ധിക്കാരം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അയാൾ എന്തോ ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറയുന്നത്, പക്ഷെ നമുക്കൊന്നും അത് ബോധ്യപ്പെട്ടിട്ടില്ല. ഒരു വീഡിയോയിൽ അങ്ങനെ ആംഗ്യം കാണിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടില്ല. അങ്ങനെ മേയർക്ക് മാത്രം ഗോചരമായ രീതിയിൽ ശരി ആംഗ്യം കാണിച്ചു. ഫസ്റ്റ് കേസ് കൊടുക്കുന്നത് ഡ്രൈവർ യദുവാണ്. പിന്നെ അതിനുശേഷമാണ് മേയർ കേസ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് യദുവിന്റെ കേസ് എടുക്കുന്നില്ല പോലീസ്? അങ്ങനെ ആയിരിക്കാം. കാരണം അത് CPM അങ്ങനെയാണല്ലോ, രക്ഷാദൗത്യം നടത്തിയതാണെന്നാണല്ലോ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ കേരള സഭ യാത്ര നടത്തിയപ്പോൾ മുഖ്യമന്ത്രി സംഘവും ഒരു ബസ്സിൽ ഇങ്ങനെ അകമ്പടിക്കാരുമായിട്ട് യാത്ര ചെയ്തപ്പോൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്. രക്ഷാദൗത്യമായിരുന്നു, അതിന് തടസ്സം നിന്നവരെ തള്ളി DYFIക്കാർ മാറ്റിയപ്പോൾ അവരെ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തപ്പോൾ അത് രക്ഷാദൗത്യമായിരുന്നാണല്ലോ പറഞ്ഞത്. മറിച്ച് അതുപോലെ ഗൺമാനും ഒക്കെ പെൺകുട്ടികളെ ഉൾപ്പെടെ തല തല്ലി പൊട്ടിച്ചപ്പോഴും പറഞ്ഞത് രക്ഷാദൗത്യമായിരുന്നു എന്ന് പറയുന്ന പോലെ മേയർ ഇങ്ങനെ വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് CPM കാര്യമാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിന് കേസെടുക്കേണ്ട കാര്യമില്ല. അതേസമയം ഡ്രൈവർ കൃത്യസമയത്ത് എത്താൻ വേണ്ടി അയാൾ വണ്ടി ഓടിച്ചു, അത് തെറ്റാണ് എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പും ശ്രീ ആര്യ രാജേന്ദ്രന് മുമ്പ് ഇതിനു മുമ്പ് വിവാദം വന്നിട്ടുണ്ട്. വിവാദ ചത്തിന്റെ പേരിൽ അന്ന് പാർട്ടി സംരക്ഷിച്ചു, ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുകയാണ്. ഇന്ന് ഗോവിന്ദ മാസ്റ്റർ ഡ്രൈവറാണ് തെറ്റിയത്. അതെ, ഇതിലൊക്കെ വളരെ ഗുരുതരമായിട്ടൊരു കാര്യമാണ് ചെയ്തത്. അതായത് അവിടെ കോർപ്പറേഷനിൽ സൂക്ഷിക്കേണ്ട ഒരു രഹസ്യരേഖ പുറത്തേക്ക് വിടുകയായിരുന്നു ചെയ്തത്. അവിടെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം അത് ചെയ്യേണ്ട ആളുകളല്ല ചെയ്തത്, ചെയ്യാത്തവരിൽ കൂടി അത് പുറത്തേക്ക് ലീക്ക് ചെയ്തു. പാർട്ടിയുടെ കേന്ദ്രങ്ങളിലേക്ക് അത് ലീക്ക് ചെയ്തു. അവിടെ കോർപ്പറേഷനിലുള്ള വേക്കൻസിയെ സംബന്ധിച്ച് അത് വളരെ ഗുരുതരമായിട്ടൊരു തെറ്റാണ്. ഈ ഡ്രൈവറിനെതിരെ നടപടി എടുക്കണമെന്ന് മേയർ പറഞ്ഞപ്പം JB ഗണേഷ് കുമാർ ഗതാഗത പറഞ്ഞു വെച്ചാൽ ആദ്യം അന്വേഷണം നടത്തിയിട്ടാണ്. ഇതിനു മുമ്പും ഗണേഷ് കുമാർ ഈ ഇലക്ട്രിക് ബസ് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഗണേഷ് കുമാറിനെ എതിരെ സംസാരിച്ച മേയറാണ്. ഇപ്പൊ എന്തായാലും പന്തിന്റെ കോർട്ട് ഗണേഷ് കുമാറിന്റെ മുമ്പിലാണ്. തീർച്ചയായിട്ടും അതെ, ഗണേഷ് കുമാർ ഈ കാര്യത്തിൽ സത്യം പറഞ്ഞ അദ്ദേഹം ഈ തൊഴിലാളി വർഗ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് പെൻഷനും അതുപോലെ ശമ്പളവും ഉറപ്പാക്കിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതേസമയം ഒരു തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധിയോട് ഇവര് ഈ അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറയുമ്പോൾ തൊഴിലാളി വർഗത്തിന്റെ
ദത്തുപുത്രനായിട്ടുള്ള EMSന്റെ ആത്മാവ് തന്നെയായിരിക്കും അതിന്റെ ആ നൊമ്പരം ഏൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു തൊഴിലാളികളോട് പെരുമാറേണ്ട രീതിയിലും ബഹുമാനത്തിലും അല്ല പെരുമാറിയത്. ഇന്നത്തെ അനാവശ്യമായിട്ട് അങ്ങേരുടെ ജോബിനെതിരെ പരാതികൾ കൊടുത്തു. ഈ വകുപ്പിന്റെ ഈ കേസിന്റെ കാര്യത്തിൽ അല്ലാതെയുള്ള പരാതികളും കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ജോലി കളയാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതേസമയം കോഴിക്കോട്ട് ഒരു ജീവനക്കാരൻ ഇങ്ങനെയൊക്കെ നടത്തിയപ്പോൾ അയാൾ ഇപ്പോഴും സ്വൈരം വളരെ മോശമായ രീതിയിൽ ഒരു സ്ത്രീയോട് പെരുമാറിയിട്ട്, ലൈംഗിക അതിക്രമം തന്നെ നടത്തിയിട്ട്, അതും ICUയിൽ കിടക്കുന്ന ഒരു സ്ത്രീയോട് എന്നിട്ട് അയാൾക്കെതിരെ നടപടിയില്ല. വണ്ടി ഓടിച്ച് വഴിയെ പോയ ഒരാള് എന്ന് പറയുന്നത് എന്തോ ആംഗ്യം കാണിച്ചു. വണ്ടി സിഗ്നലൊക്കെ കാണിക്കുന്നത് അങ്ങനെയുള്ള ആംഗ്യങ്ങളാണോ എന്ന് നമുക്കറിയില്ല. വീഡിയോയിൽ നിന്നൊന്നും ദൃശ്യമല്ല. മേയർ പറയുന്നു നമ്മൾ അവരെ ബഹുമാനിക്കുന്നു, തീർച്ചയായിട്ടും അവർ പറയുന്നതിന് നമ്മൾ അംഗീകരിക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേസ് കൊടുക്കാൻ അവിടെ DGP ഉണ്ടല്ലോ. ട്രാഫിക് ലംഘനം ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറയാൻ തന്നെ അത് ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ. മേയർ പറഞ്ഞാൽ ആരാണ് നടപടി വെക്കാത്തത്? നടു റോഡിൽ ഇങ്ങനൊരു തെരുവ് നാടകം കളിച്ചത് എന്തായാലും അത് വളരെ പക്വത ഇല്ലാത്ത ഒരു പെരുമാറ്റമായി പോയി. മാതൃക കാണിക്കേണ്ട ഈ മേയറും MLA ഒക്കെ പട്ടത്ത് നടത്തിയ ഈ നാടകം തീർച്ചയായിട്ടും തെറ്റായ മാതൃകകളാണ് സൃഷ്ടിക്കുന്നത്. വരും ദിവസങ്ങളിൽ KB ഗണേഷ് കുമാർ മേയറുടെ കസേര തെറിപ്പിക്കും, അതോ ഡ്രൈവർ യദുവിന്റെ കസേര തെറിക്കുമ്പോൾ കണ്ടറിയും. നന്ദി ശ്രീ രാജേന്ദ്രൻ. ഓക്കെ.